നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്പിരുലിന ഗോൾഡ് എന്ന് പറഞ്ഞ വെജിറ്റബിൾ ക്യാപ്സൂളാണ്. ഇതൊരു മെഡിസിൻ അല്ല, പിന്നെ ഒരു സൂപ്പർ ഫുഡാണ്. ന്യൂട്രാസ്യൂട്ടിക്കലാണ് ഇതിൻ്റെ, പിന്നെ മെഡിക്കൽ പർപ്പസ് അല്ല. ഇതിൽ പിന്നെ ഇതൊരു ശുദ്ധജല ആൽഗയാണ്. ഇത് പിന്നെ നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് പാലിലുള്ളതിനേക്കാൾ 26 മടങ്ങ് പിന്നെ കാൽസ്യം ഇതിലുണ്ട്. പിന്നെ ഇലക്കറികളിലുള്ളതിനേക്കാളും 56 മടങ്ങ് പിന്നെ അയേൺ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ ജോലി, അച്ഛനും അമ്മയ്ക്കും ജോലി, മക്കളെ നോക്കാൻ സമയമില്ല, ഭക്ഷണം വെക്കാൻ സമയമില്ല, അങ്ങനെ തിരക്ക് പിടിച്ച് ജോലിയുള്ള ആളുകൾക്കും പിന്നെ ഉറക്കം ശരിയായി വരുന്നില്ല, കഠിനാധ്വാനം ചെയ്യുന്നവർക്കെല്ലാം ഏറ്റവും ഉത്തമമായൊരു സൂപ്പർ ഫുഡാണ് ഈ സ്പിരുലിന ഗോൾഡ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിക്കാണ് സ്പിരുലിന ഗോൾഡ് എന്നുള്ള ഇതുള്ളത്. വേറെ കമ്പനിക്കാരും വേറെ ഇതെല്ലാം സ്പിരുലിന എന്ന് പറഞ്ഞ കടൽപ്പായൽ ആൽഗേൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. ഈ സ്പിരുലിന ഗോൾഡ് എന്ന് പറയുന്ന ഈ ഇതിൻ്റെയിൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സ്പൈറുലിന എന്ന് പറയുന്ന ഇതും, പിന്നെ DHA, പിന്നെ ഉള്ളത് സിട്രസ് ബയോഫ്ലുവനൈഡ്സ് ആണ്. ഈ DHA എന്ന് പറഞ്ഞാൽ ഡോക്കോസോ എക്സനോയിക് ആസിഡാണ്. അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന, നമുക്ക് ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു omega-3 ഫാറ്റിയാണ്. 3 omega ഫാറ്റി ആസിഡുള്ള ഒരു omega-3 ഫാറ്റി ആസിഡാണ് DHA. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന്, സ്കിന്നിന്, പിന്നെ കാഴ്ചശക്തിക്ക് എല്ലാത്തിനും അത്യാവശ്യമാണ്. നമ്മൾ ഈ ഹോർലിക്സിൻ്റെ, മദേഴ്സ് ഹോർലിക്സ്, വുമൺ ഹോർലിക്സ് എന്നൊക്കെ ഉള്ള പരസ്യത്തിൽ കണ്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ DHA ഉണ്ട് എന്നെല്ലാം പറയുന്നത് അതാണിത്. പിന്നെ സിട്രസ് ബയോഫ്ലുവനൈഡ്സ് എന്ന് പറയുന്നത് ഒരു പിന്നെ അതിൽ ഹെവി വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും റിച്ചാണ്. പിന്നെ ഫോളിയേറ്റ് ഉണ്ട്, പൊട്ടാസ്യം എല്ലാം അതിൽ ഏറ്റവും കൂടുതലാണ്. അതും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ജാസ്തിയാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് മെയിൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ പല രോഗങ്ങൾക്കും കാരണം തന്നെ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ കൂടുന്നതാണ്. ഈ ഫ്രീ റാഡിക്കൽസിനെ അബ്സോർബ് ചെയ്യുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. ഈ ഫ്രീ റാഡിക്കൽസും ആൻറ്റി ഓക്സിഡൻറ്റും സെയിമായി ഒരേപോലെ വരുന്ന ആൾക്കാർക്ക് രോഗമില്ല, കറക്റ്റായിരിക്കും. ഫ്രീ റാഡിക്കൽസ് കൂടുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ ഫ്രീ റാഡിക്കൽസിനെ പിടിച്ചു വെക്കാനായിട്ട് ഉള്ളതാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ജാസ്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മളെ ഒരു ആപ്പിൾ എന്ന് തന്നെ പറയുന്നത് 3000 ഒറാക്ക് വാല്യൂ ഉണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ജാസ്തിയാണ്, അത്രയും കൂടുതലാണ് ഒരു ആപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്പിരുലിനയിൽ തന്നെ 27 ആപ്പിളിന് തുല്യമാണ് ഒരു സ്പിരുലിന. 27 ആപ്പിൾ കഴിക്കുന്നതിന് തുല്യമാണ് ഒരു സ്പിരുലിന ക്യാപ്സൂൾ കഴിക്കുന്നത്, 1 ഗ്രാം സ്പിരുലിന കഴിക്കുന്നത്. അതുപോലെ തന്നെ 1 ഗ്രാം സ്പിരുലിന എന്ന് പറയുന്നത് നമുക്ക് ഇതിനുള്ള തുല്യമാണെന്ന് വെച്ചാൽ ഒരു 30 ഗ്രാം പിന്നെ 30 ഗ്രാം മത്സ്യം കഴിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ 300 മില്ലി പാല് കുടിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ 300 ഗ്രാം ചിക്കൻ കഴിക്കുന്നതിന് തുല്യമാണ് 1 ഗ്രാം സ്പിരുലിന. അതുപോലെ അര ഗ്രാം 500 ഗ്രാം ഗ്രീൻ പീസ് കഴിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ 25 ഗ്രാം ക്യാരറ്റ് കഴിക്കുന്നതിന് തുല്യമാണ് 1 ഗ്രാം സ്പിരുലിന കഴിക്കുന്നത്. ഒരു മുട്ടയ്ക്ക് തുല്യമാണ് 1 ഗ്രാം സ്പിരുലിന കഴിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ 1 കിലോഗ്രാം പഴവും പച്ചക്കറിയെല്ലാം കഴിക്കുന്നതിന് തുല്യമാണ് 1 ഗ്രാം സ്പിരുലിന കഴിക്കുന്നത്. അത്രയധികം ന്യൂട്രീഷണൽ ഗുണമുള്ള ഒരു സാധനമാണ് ഈ സ്പിരുലിന എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡാണ്. സ്പിരുലിന എന്ന ശുദ്ധജല പായൽ എന്ന് പറയുന്നത് മഴയത്തുണ്ടാകുന്ന പായലല്ല, ഇതൊരു പ്രത്യേകം ശുദ്ധജലത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരുതരം പായലാണ്. ആ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് ഇത്രയും നല്ല ഗുണം അതിനുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇത് നമ്മൾ ഈ നാസ പിന്നെ ഈ ചന്ദ്രനിലെല്ലാം പോയി പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ, അവർക്ക് ഫുഡൊന്നും ഒരാഴ്ച 1 മാസത്തേക്കല്ലേ അവർ പോയി പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഫുഡൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിന് അവർ ഇങ്ങനത്തെ ഒരു സ്പിരുലിന എന്ന് പറയുന്ന ഒരു ക്യാപ്സൂള് പോലത്തെ സാധനങ്ങളാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി കഴിക്കുക. ആ കാലാവസ്ഥയ്ക്കും ഫുഡ് കേടുവരാണ്ടിരിക്കാനും കൊണ്ടുപോകാനുള്ള എളുപ്പത്തിനും, പിന്നെ ഈ ന്യൂട്രീഷണൽ സഫിഷ്യൻ്റാണ്. അത് നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, പിന്നെ എല്ലാം ഒരുമിച്ച് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരതുപോലത്തെയാണ് കൊണ്ടുപോകുക. നമുക്ക് അതുപോലെ നോമ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക്
ഫുഡ് രാവിലെ ഒരു 4:30-ക്കെല്ലാം ഫുഡ് നമ്മൾ ആ സമയത്ത് കഴിച്ചാൽ പിന്നെ ഇത് കുറേ നേരം ഉമിനീര് പോലെ ഇറക്കാണ്ടല്ലേ മുസ്ലിം സഹോദരങ്ങൾ നോമ്പെടുക്കുന്ന സമയത്ത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കുറേ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് സൂപ്പർ ഫുഡാണ് ഈ സ്പിരുലിന ഗോൾഡ് എന്ന് പറയുന്നത്. നമ്മൾ അതൊരു ക്യാപ്സൂൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഒരു ദിവസം ഫുള്ള് പിന്നെ എന്താ നല്ല എനർജിയോടെ ക്ഷീണമില്ലാതെ പ്രാർത്ഥനയോടെ ഉറക്കമില്ലാതെ നല്ലോണം നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും. പിന്നെ ഞാനൊരു ഡോക്ടറായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ക്ലിനിക്കിലിരിക്കുമ്പോൾ കാണാൻ പറ്റും ഒരു നോമ്പ് ഒരു മാസം കഴിഞ്ഞ് എടുത്ത് നെക്സ്റ്റ് വരുമ്പോഴേക്ക് ഗ്യാസ്ട്രിക് ജാസ്തിയായിട്ടും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അധികമായിട്ട് അങ്ങനെയെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പിരുലിന ഗോൾഡ് പോലത്തെ സാധനങ്ങളെല്ലാം നമ്മൾ അങ്ങനത്തെ ഒരു സൂപ്പർ ഫുഡെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾ മുതൽ വലിയ വയസ്സായുള്ളവർക്ക് വരെ ഉപയോഗിക്കാം. പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം നമ്മളിപ്പോൾ കഴിക്കുന്ന ഒരു ഫുഡിലും ഇപ്പം ഹോട്ടലിൽ ഫുഡ് പിന്നെ ഡെലിവറിക്ക് വേണ്ടി ഒന്ന് ഇത് ആക്കുമ്പോൾ ഡെലിവറിക്ക് അങ്ങനെ പറഞ്ഞിട്ട് ആക്കുമ്പോൾ അതിൽ കിട്ടുന്നത് വെറും ഫാറ്റ് മാത്രമേ അതിൽ കിട്ടുന്നു. ഒരു പ്രോട്ടീൻസോ വൈറ്റമിൻസോ ഒന്നും അതിൽ കിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഊർജ്ജമൊന്നും നമുക്ക് ലഭിക്കില്ല. പിന്നെ വെറും ഫാറ്റ് മാത്രം, കൊഴുപ്പ് മാത്രമാണ് അതിൽ കിട്ടുന്നത്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് അജിനോമോട്ടോസ് എല്ലാം അതിലുണ്ടാവും. ടേസ്റ്റിന് വേണ്ടി മാത്രം കഴിക്കുന്ന അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ആൾക്കാർക്ക് വെറും തടിയും ആരോഗ്യമൊന്നുമില്ല, ഹാർട്ട് അറ്റാക്ക് ജാസ്തിയാവുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ മാത്രമാണ്, തൈറോയ്ഡ് പോലത്തത്, സ്ത്രീരോഗങ്ങൾ അങ്ങനെയെല്ലാം കൂടുന്നത് ഈ ഫുഡിൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും നല്ലത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഇതൊരു സൂപ്പർ ഫുഡാണ്, മെഡിസിൻ അല്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് കഴിക്കണമെങ്കിൽ 5 വയസ്സിന് മേലുള്ളവർക്ക് കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് ക്യാപ്സൂളായിട്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വലിയ ക്യാപ്സൂൾ, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗ്രാനൂൾസ് വെള്ളത്തിൽ അലിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ പിന്നെ കഠിനാധ്വാനം ചെയ്യുന്നവർക്കും എല്ലാവർക്കും പിന്നെ നല്ല സുഖം ഈസി ആയിട്ട് ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ മതി. നമ്മൾ ഇത് പറയുന്നത് ഡോസ് എന്ന് പറയുന്നത് രാവിലെ ഒന്ന് രാത്രി ഒന്ന് അത്ര പിന്നെ പറ്റുന്നില്ല ഒരു ക്യാപ്സൂളെങ്കിലും ഒരു ദിവസം കഴിക്കുന്ന വിധം. അതുപോലെ പിന്നെ വാർദ്ധക്യമുള്ളവർക്ക് പല്ല് കൊഴിയുന്നത് കൊണ്ടും പിന്നെ ടേസ്റ്റും ഒന്നും കിട്ടില്ല, അവർക്കെല്ലാം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെന്താ സാധാരണ കഞ്ഞിയോ പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എല്ലാം ജ്യൂസെല്ലാം അടുപ്പിച്ചോ അങ്ങനെ കൊടുക്കല്ലേ, പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അവർക്കും നമുക്ക് പിന്നെ നല്ല വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് സ്പിരുലിന ഗോൾഡ് എന്ന് പറയുന്നത്. അതിലെല്ലാ വൈറ്റമിൻസും പ്രോട്ടീൻസും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി നല്ല ആരോഗ്യത്തോടെ പിന്നെ ഷുഗറും പ്രഷറും എല്ലാം ഇത് മാനേജ് ചെയ്യും, റെഗുലർ ആക്കും. പിന്നെ മസിൽ സ്ട്രെങ്ത്ത് കൂട്ടും. പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കാഴ്ചശക്തിക്കും പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും പ്രഗ്നൻസി ഉള്ളവർക്കെല്ലാം നല്ലതാണ്. അപ്പോൾ അത് ഈ ക്യാപ്സൂൾ കഴിച്ചാൽ മതി. DHA എന്ന് പറയുമ്പോൾ ഡോക്കോസോ ഹെക്സനോയിക് ആസിഡ് എന്ന് പറഞ്ഞ ഈ സാധനം omega-3 ഫാറ്റി ആസിഡാണ്. ഇതും ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവർക്കും കഴിക്കാം. അതുപോലെ പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, ഇതിന് FSSA പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ അംഗീകാരം ലഭിച്ചതാണ്. നമുക്ക് രോഗം വരാനുള്ള മെയിൻ കാരണം ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതാണ്. ഇമ്മ്യൂണിറ്റി പവർ കുറയാൻ തന്നെ മെയിൻ കാരണം എന്തൊക്കെയാണ്? സ്ട്രെസ്സ് കൂടുമ്പോൾ തന്നെ എന്താവും, നമുക്ക് തലവേദന വരും, ഡൈജഷൻ പ്രശ്നം വരും, പിന്നെ വിശപ്പില്ലാത്ത അവസ്ഥ, ഗ്യാസ്ട്രിക്, അതുപോലെ വയറ്റിൽ നിന്ന് പോകുന്നു ലൂസ് മോഷൻ. ചിലവർക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ചിലവർക്ക് ലൂസ് മോഷൻ കൂടും, ചിലവർക്ക് എന്താവും വയറ്റിൽ നിന്ന് കോൺസ്റ്റിപ്പേഷൻ, വയറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥ വരും. അങ്ങനെ പല ക്ഷീണം വരും, ഉറക്കക്കുറയും, അങ്ങനത്തെ പലതരം വിഷമാണ് സ്ട്രെസ്സ് ചിലവർക്ക് കൂടുമ്പോൾ. പിന്നെ ചിലവർക്ക് എന്താ പിന്നെ വേറെ ഒരു ഇമ്മ്യൂണിറ്റി പവർ, രോഗം വരാനുള്ള ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതാണ്. അപ്പോൾ രോഗം വരാനുള്ള വേറൊരു കാരണമാണ് അമിതമായ മരുന്നുകളുടെ, ഇംഗ്ലീഷ് മരുന്നാണെങ്കിലൊക്കെ തന്നെ അമിതമായ മരുന്നുകളുടെ ഉപയോഗം ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറയാനുള്ള മെയിൻ ഒരു റീസണാണ്. പിന്നെ അമിതമായ മദ്യപാനവും പുകവലിയും ഇമ്മ്യൂണിറ്റി പവർ കുറയാനുള്ള ഒരു റീസണാണ്. അതുപോലെ പിന്നെ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും പിന്നെ അടിച്ചിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങളും ഒന്നും കഴിച്ചിട്ട് ഒരു ഗുണവുമില്ല. ഇത് ഇമ്മ്യൂണിറ്റി പവർ കുറയാനുള്ള ഒരു കാരണമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യം. പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, തിന്നുക, ഉറങ്ങുക, പിന്നെയും ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, പിന്നെ മൊബൈൽ നോക്കുക, പിന്നെയും ഭക്ഷണം, അതേപോലത്തെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാർക്ക് കൊഴുപ്പ് അടിഞ്ഞുകൂടി അതും ഒരു പിന്നെ രോഗങ്ങളുടെ ഒരു ഇതായി മാറും. അത് രോഗങ്ങളുടെ ഒരു ബോഡി തന്നെയായി മാറും. അതും ഇമ്മ്യൂണിറ്റി പവർ കുറയാനുള്ള ഒരു കാരണമാണ്. പിന്നെ വെള്ളം നല്ലോണം കുടിക്കാത്തവർക്ക് മാലിന്യം ശരീരത്തിൽ അടിഞ്ഞുകൂടും. ആ മാലിന്യം ശരീരത്തിൽ അടിഞ്ഞുകൂടി
അതും ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറയാനുള്ള ഒരു കാരണമാണ്. പിന്നെ ഇപ്പം നമ്മൾ എന്തായാലും ഫുള്ള് ചെടികളെല്ലാം കുറഞ്ഞ് പിന്നെ അധികവും പിന്നെ ഫ്രിഡ്ജിൽ നിന്നും പിന്നെ വാഹനങ്ങളിൽ നിന്നെല്ലാം കാർബൺ മോണോക്സൈഡ് ജാസ്തിയായി. അങ്ങനെ പിന്നെ വായു എല്ലാം മലിനമായിരിക്കുന്നത്. ഈ വായു മലിനമായിട്ടുള്ള വായു ശ്വസിക്കുന്നതുകൊണ്ടും ഇമ്മ്യൂണിറ്റി പവർ കുറയും, അങ്ങനെ രോഗം വരാം. അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് പിന്നെ ജങ്ക് ഫുഡ്സ്. ഞാൻ പറഞ്ഞല്ലോ, ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായ ഉപയോഗം. പിന്നെ മൊബൈൽ റേഡിയേഷനും കൊണ്ടും ഫ്രീ റാഡിക്കൽസ് ജാസ്തിയായി രോഗങ്ങൾ വരാനുള്ള കാരണമാണ്. അപ്പോൾ ഈ ഇത്രയും റീസണുകളെല്ലാം ഇമ്മ്യൂണിറ്റി പവർ കുറയാൻ, രോഗം വരാനുള്ള കാരണം. ഇതിനെല്ലാം നമുക്ക് പിന്നെ ഒഴിവാക്കാൻ ഈ പിന്നെ സ്പിരുലിന ഗോൾഡ് എന്ന് പറഞ്ഞ ക്യാപ്സൂൾ കൊണ്ട് സാധിക്കും. ഇമ്മ്യൂണിറ്റി പവർ ജാസ്തിയാകുമ്പോൾ ഈ രോഗങ്ങളെല്ലാം മാറുന്ന റീസണെല്ലാം മാറി നമുക്ക് പിന്നെ നല്ല ഭക്ഷണം, ലേസ്, കുർക്കുറെ എല്ലാം നമ്മളിപ്പോൾ ഇപ്പം നമുക്ക് സമയമില്ല, രാവിലെ ജോലിക്ക് പോകണം. അപ്പോൾ രാവിലത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലോ മെയിൻ പിന്നെ ബ്രെയിനിനുള്ള മെയിൻ ഫുഡ് ഏതാ? ബ്രേക്ക്ഫാസ്റ്റ്. ആ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ പോകും. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്യരുത്, ബ്രെയിനിന് വേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്പിരുലിന ഗോൾഡ് ക്യാപ്സൂൾ കഴിക്കാം. അതുപോലെ ഉച്ച കഴിക്കാൻ സമയം ഉണ്ടാവും, എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും ഓറഞ്ചോ എന്തെങ്കിലും ആപ്പിളോ എന്തെങ്കിലും തിന്നിട്ട് നമ്മൾ അതങ്ങ് ഒഴിവാക്കും. ആപ്പിൾ ഒന്ന് തിന്നാലും വളരെ നല്ലതാണ്, ഒന്നും തിന്നാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത്. പക്ഷേ ഇതൊരു ക്യാപ്സൂളിൻ്റെ ആ ക്യാപ്സൂൾ കഴിക്കാം. പിന്നെ അങ്ങനെ ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അമ്മയ്ക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, കുട്ടികൾക്ക് പിന്നെ പോക്കറ്റ് മണി പോലെ ഒരു 100 രൂപ എന്തെങ്കിലും കൊടുത്തിട്ട് അവരെന്താ സാധാരണ കുട്ടികളെന്താ കഴിക്കുക? ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ലേസോ അങ്ങനെ എന്തെങ്കിലും തിന്നിട്ട് ആ വിശപ്പങ്ങ് മാറ്റും. വെള്ളവും നല്ലോണം കുടിക്കില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലതാണ് ഈ സമയക്കുറവും പിന്നെ ഓർക്കക്കുറവും കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം, മക്കൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്ക് എല്ലാവർക്കാണെങ്കിലും ഒരു ക്യാപ്സൂൾ ഇതൊന്ന് കഴിച്ചാൽ മതി. വളരെ വളരെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ അത് ഡോക്ടറായി ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. വളരെ ഇതായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാം. ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇത് മെഡിസിൻ അല്ല, ഒരു സൂപ്പർ ഫുഡാണ്, ന്യൂട്രാസ്യൂട്ടിക്കലാണിത്. പിന്നെ മെയിനായിട്ട് പിന്നെ നമ്മളെ ഈ സിട്രസ് ബയോഫ്ലുവനൈഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ സർക്കുലേഷന് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ നല്ല കറക്റ്റാക്കും. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നല്ലതാണത്. പിന്നെ നമ്മുടെ രക്തചംക്രമണം അതിനും എല്ലാം, ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ ഇതിനെല്ലാം കാപ്പിലറികളുടെ എല്ലാം പ്രവർത്തനത്തിന് ഈ പിന്നെ സിട്രസ് ബയോഫ്ലുവനൈഡ്സ് വളരെയധികം നല്ലതാണ്. അപ്പം ഇങ്ങനെ ആ കോമ്പിനേഷനായിട്ട് നമ്മളെ കമ്പനിയാണ് സ്പിരുലിന ഗോൾഡ് എന്നുള്ള ഇത് ഇറക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാത്തിലും സ്പിരുലിനേൻ്റെ ഒരു ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ സ്പിരുലിനേൻ്റെ ഗുണമുണ്ട്. ഇതിൽ കോമ്പിനേഷനാണ്. DHA ഉണ്ട്. പിന്നെ DHA ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന്, കാഴ്ചശക്തിക്ക്, സ്കിന്നിന്, പിന്നെ നമ്മുടെ എന്താ ലൈംഗിക ശക്തി വർദ്ധിക്കാനും വളരെ നല്ലതാണ്. പിന്നെ ഒരു ദിവസം തന്നെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വളരെ നല്ലതാണ്. അങ്ങനെ ഇത്രയും ഗുണങ്ങളാണ് നമുക്ക് ഈ സ്പിരുലിന നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ പിന്നെ എല്ലാ രോഗങ്ങൾക്കും ഒരു ഇതാണ്. പിന്നെ സന്ധിവാദം പോലത്തെ എല്ലാ ആമവാദം, സന്ധിവാദം അങ്ങനത്തെ രോഗങ്ങൾക്കെല്ലാം ഉള്ളതാണ് നീർക്കെട്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഈ സ്പിരുലിന ഗോൾഡ് എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ഉപയോഗിക്കുമ്പോൾ വളരെ പിന്നെ വളരെ ഗുണം ചെയ്യും. പിന്നെ നമുക്ക് ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് കറക്റ്റാക്കും. രക്തം കുറയുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മസിൽ സ്ട്രെങ്ത് കൂട്ടും. പിന്നെ കാഴ്ചശക്തിക്കാണ് മെയിൻ. ഇപ്പോൾ ചെറിയ കുട്ടികൾ മൊബൈലെല്ലാം യൂസ് ചെയ്ത് സോഡ ഗ്ലാസ് ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരുമല്ലോ. നല്ല ഭക്ഷണമൊന്നും കഴിക്കില്ല, പിന്നെ മൊബൈൽ ജാസ്തി, റേഡിയേഷൻ വരും. അങ്ങനെ സോഡ ഗ്ലാസ് പിന്നെ വരുന്ന ആ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമുക്ക് ഈ സ്പിരുലിന ഗോൾഡ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കും വാർദ്ധക്യമുള്ളവർക്കും എല്ലാവർക്കും നല്ലതായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് സ്പിരുലിന ഗോൾഡ്. അപ്പോൾ നിങ്ങളെല്ലാം അതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലോ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇമ്പ്രൂവ്മെൻ്റായി വരുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അപ്പോഴാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുക. ഇത്രയേ ഉള്ളൂ. വളരെയധികം നന്ദി. താങ്ക് യു.